ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 2-2.5 ടീസ്പൂണോളം വരുന്ന മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വരുന്ന ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ചേർത്ത വാഴക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരുവിധം നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഇത്രയും ആയാൽ മതി. ഇനി ഇത് ഒരുപാട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, നല്ല മൊരിയിപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചെറിയ ബ്രെഡാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ ബ്രെഡ് എടുത്തത്. വലിയ ബ്രെഡാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നന്നായിട്ട് അത് എന്താ പറയുക, മുറിച്ചൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ചെറുതാണ്. അപ്പോൾ ആ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കോഴിമുട്ട, അതിൻ്റെ വെള്ളയും അതിൻ്റെ ഉണ്ണിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ്. എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും ചേർത്തിട്ടുള്ള ഒരു മയോണൈസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എഗ്ഗ് വൈറ്റ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആ ബ്രെഡിലേക്ക് മയോണൈസ് ആക്കി കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട നമ്മുടെ എത്രയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബ്രെഡ് എടുക്കുക, അതിലും കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആക്കി കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി തയ്യാറാക്കി എടുക്കാം. പിന്നെ 2 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ച് റെഡിയാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഇപ്പോൾ 2 എണ്ണവും അതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇനി കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ 10 മണിക്ക് കഴിക്കാനായിട്ട് വേണമെങ്കിൽ കൊടുത്തു വിടാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതിനിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വരുന്ന ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാൻ ഓയിലും യൂസ് ചെയ്തെന്നുള്ളൂ. ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ചുവന്ന് വരിക അങ്ങനെയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് കുരുമുളകിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് പോകോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊന്നും ഒരുപാട് വാടിക്കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കറിവേപ്പിലയൊന്നും ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല, ഒരു തണ്ട് കറിവേപ്പില ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരുന്ന വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് ഈ അരവൊക്കെ യോജിച്ച് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ടയാണ്. ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെക്കുക, ഒരു 5 സെക്കൻഡൊക്കെ ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ മഞ്ഞ കരു ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊത്തത്തിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മുട്ട ഒഴിച്ച വാക്ക് തന്നെ ഇളക്കരുത്, അപ്പോൾ മുട്ട ഇങ്ങനെ പീസായിട്ട് കിട്ടില്ല, മൊത്തത്തിൽ അങ്ങോട്ട് പൊടിഞ്ഞ് വെള്ളത്തിൻ്റെ ഒപ്പം അലിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് നമുക്ക് ഇതിലേക്ക് കൈകൊണ്ട് പിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് കത്തി കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ബ്രെഡ് 4 എണ്ണമാണ്, കറക്റ്റ് പാകമായിരിക്കും. 2 കോഴിമുട്ടയും ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് കറക്റ്റ് പാകമാണ്. ചെറിയ ബ്രെഡാണെങ്കിൽ 4 എണ്ണം, വലിയ ബ്രെഡാണെങ്കിൽ ഒരു 2.5 ഒക്കെ എടുത്താൽ മതിയാകും. ഇതേപോലെ ബ്രെഡ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. കയ്യിലില്ലെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഈ ടൊമാറ്റോ സോസും മല്ലിയിലേക്ക് ഒഴിവാക്കാവുന്നതാണ്. കയ്യിലില്ലെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമുക്ക് ബ്രെഡും മുട്ടയും ഉള്ളിയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിത് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. രാവിലെ കുറച്ച് നേരം വൈകിയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്. ഒരു ചായ മാത്രം മതി, നല്ലൊരു ചൂട് ചായയുടെ ഒപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ മുട്ടയും അരവും എല്ലാം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റൊക്കെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്താലും മതിയാകും. അപ്പോൾ ഞാൻ അടച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു 10-15 സെക്കൻഡ് ഒന്ന് അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വലിയ പീസായിട്ട് മുട്ടയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലേത് റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളതിനും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.